ദുൽഖർ സൽമാൻ നായകനായി മലയാളത്തിൽ പുറത്തെത്താനിരിക്കുന്ന ചിത്രമാണ് ഐ ആം ഗെയിം. ഇപ്പോഴത്തെ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഒരു പ്രധാന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് ഉടനുണ്ടാകും. തീ പാറിക്കാൻ വീണ്ടും DQ എത്തുന്നു. കാത്തിരിപ്പിനൊടുവിൽ ആ വമ്പൻ അപ്ഡേറ്റ് ഇതായി എത്തിയിരിക്കുന്നു. ദുൽഖർ സൽമാൻ ചിത്രം ഐ ആം ഗെയിം ഓൺ ദ വേ. ഫസ്റ്റ് ലുക്ക് റിലീസ് ഉടൻ തന്നെയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം താരം മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്ന പ്രത്യേകത തന്നെയാണ് ഈ ചിത്രത്തിനുള്ളത്. ദുൽഖറിനെ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ഐ ആം ഗെയിം പക്ക ആക്ഷൻ പടം തന്നെയായിരിക്കും. മാസ് ഹീറോ ആയ ദുൽഖർ തിളങ്ങും, ഇത് ഉറപ്പാണ്. ദുൽഖറിന് അത്രത്തോളം സ്പേസ് തന്നെ സിനിമയിൽ നൽകിയിട്ടുണ്ട് അണിയറ പ്രവർത്തകരും സംവിധായകനും. സിനിമ വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത്. RDX പോലെ ഒരു പക്ക ആക്ഷൻ പാക്കഡ് സിനിമയാണിതെന്ന് ഉറപ്പിക്കാം. മാത്രമല്ല ഇതൊരു ബിഗ് ക്യാൻവാസ് എന്റർടൈനിങ് മൂവി തന്നെയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നഹാസ് ഹിദായത്തും ദുൽഖർ സൽമാനും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകത തന്നെയാണ് ഐ ആം ഗെയിമിന്റെ മറ്റൊരു പ്രധാന സവിശേഷത. അതായത് RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് നഹാസ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ദുൽഖർ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ആവേശപൂർവ്വമാണ് ആരാധകരും ഏറ്റെടുത്തത്. ചിത്രത്തിന്റെ ആദ്യ ലുക്ക് നവംബർ 28-ന് പുറത്തുവിടുമെന്ന് ദുൽഖർ സൽമാൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. തയ്യാറാണോ എന്ന ചോദ്യത്തോടെയാണ് ദുൽഖർ ഇക്കാര്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തോക്കുപിടിച്ചു നിൽക്കുന്ന കൈ മാത്രമുള്ള ഒരു ചിത്രം, അതും ഇരുണ്ട പശ്ചാത്തലത്തിലുള്ള മിനിമലായ പോസ്റ്ററാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ സ്വഭാവമുള്ള ചിത്രമാണിതെന്ന സൂചനകൾ തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി നൽകാൻ ഈ ചിത്രത്തിലൂടെ ശ്രമിക്കുന്നുണ്ടെന്നാണ് സംവിധായകൻ ഇതിനു മുമ്പ് പ്രതികരണത്തിൽ പറഞ്ഞത്. ആക്ഷൻ രംഗങ്ങളും തീവ്രമായ ഡ്രാമയും ചിത്രത്തിലുണ്ടെന്നും അത് സ്ഥിരീകരിക്കുകയാണ്. ചിത്രത്തിൽ ആന്റണി വർഗീസ് പെപ്പ, തമിഴ് നടൻ SJ സൂര്യ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെ ഫിലിംസാണ് ഈ ചിത്രവും അവതരിപ്പിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.